കുഞ്ഞോടെ സിദ്ധുവിടെ നേടെ പോയി എന്താണ് ദീപേച്ചി ഈ അരിക്ക് പറയാ? സാബൂനരി. അന്ന് നമ്മളെ മക്കളില്ലാത്തത് ഭയങ്കര മിസ്സിങ് ആട്ടോ. എന്ത് ഓ മുഴുവനാക്കി പൊട്ടിച്ചിക്കോ മോളെ. അപ്പോ ഗൈസ് ഇന്നെന്റെ ഐനുമോളുടെ ബർത്ത്ഡേ ആണ് ലേനു. അപ്പൊ എല്ലാരും ഐനുമോളെ വിഷസ് ചെയ്യേണ്ടതാണ്. എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത് എല്ലാരും? ഹാപ്പി ബർത്ത്ഡേ ഐനുമോളെ എന്ന് പറയണം അല്ലേ? അപ്പൊ നമുക്ക് ഇന്നെന്താ കണ്ണിലേക്ക് വെയിലടിക്കുന്നുണ്ട്. ഇപ്പൊ ഇനി ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണം അല്ലേ? പായസം വേണം, ബിരിയാണി വേണം. അപ്പൊ നമുക്ക് നോക്കുക. ഓക്കെ ഹായ് ഹായ്. അപ്പൊ അതിനു മോക്ക് ഇന്ന് ഞാള് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണല്ലേ അതിനു? വത്തക്ക ഉണ്ടാക്കുന്നുണ്ട്, വത്തക്ക മുറിക്കുന്നുണ്ട്. നമ്മളെ മക്കളില്ലാത്തത് ഭയങ്കര മിസ്സിങ് ആട്ടോ. എന്തോ പോലെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇതിനൊക്കെ എന്താ പറയാ, ആളായിട്ട് ഓടി നടക്കുന്ന ഒരാളാണ് സിദ്ധു കേട്ടോ. അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഓലില്ലാത്ത ഭയങ്കര ഇതാണ്. അപ്പം ദീപേച്ചി 2-3 ദിവസം മുന്നേ വന്നായിരുന്നു. അപ്പം കുഞ്ഞൂന് കൈക്ക് ചെറുതായിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടേനു. അപ്പം കുഞ്ഞൂന് ചെറുതായിട്ട് ഒരു സ്ക്രാച്ചാട്ടോ. ആദ്യം പൊട്ടിയെടുത്ത് കളിക്കുമ്പോൾ ചെറുതായിട്ട് വീണിട്ട് ഒരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ബാൻഡേജാ, പ്ലാസ്റ്റർ ഇട്ടിട്ടില്ല, ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഐനുവിൻ്റെ ബർത്ത്ഡേൻ്റെ മുന്നേ ഇവർ പോകണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളടുത്ത് വന്നതിനെ കൊണ്ട് ഞാനിവിടെ പിടിച്ച് നിർത്തി ഏതായിട്ടും ബർത്ത്ഡേ പോകാമെന്ന് പറഞ്ഞിട്ട്, കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നാട്ടിൽ ഏട്ടൻ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ പിന്നെ ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുഞ്ഞു സിദ്ധു എത്തിയിട്ടില്ല. കുഞ്ഞു സിദ്ധു എത്താത്തത് ഭയങ്കര ഫീലിങ്സാണ് ശരിക്കും. ഇപ്പം ഐനുവിനാണ് ഏറ്റവും പ്രശ്നം. സിദ്ധു വരുമോ സിദ്ധു വരുമോ എന്ന് ചോദിച്ച് ഇത് ഇവിടുന്ന് വത്തക്ക തിന്നാണ്. എന്തായിരിക്കും അറിയാം, വെളുത്തുള്ളി ഇറക്കിയ കത്തി കൊണ്ട് തന്നെ നമ്മളെ വത്തക്ക മുറിച്ചതിട്ടുള്ള ചൊയനെ കൊണ്ടാട്ടോ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ദീപേച്ചി നെയ്ച്ചോറിന്ന് ബിരിയാണിയിലോട്ട് മാറി ബിരിയാണി ഉണ്ടാക്കാന്നുള്ള പരിപാടിയിലാട്ടോ. എനിക്ക് ബിരിയാണി ഉണ്ടാക്കൽ അങ്ങനത്തെ അത്ര വശമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദീപേച്ചിക്ക് പറഞ്ഞു മൂപ്പർക്ക് എളുപ്പപ്പണിയാന്നാണ് പറഞ്ഞത്. എളുപ്പപ്പണിയാന്നല്ല, നല്ല കഷ്ടപ്പെട്ട പണിയാന്നുള്ളത് എനിക്കിപ്പോൾ ഇത് സെറ്റാക്കി വെച്ചേനും എളുപ്പപ്പണി. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂപ്പര്. പിന്നെ ചിക്കനും അതേപോലെ തന്നെ നല്ലോണം മുളകും ഇതൊക്കെ പെരക്കി എന്താ പറയുക എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതെല്ലാം കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് പോവാനേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഷീതു കൂടി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതിനാൽ ഷീതു ഷീതുവിന്റെ വക പായസം കേട്ടോ. പായസം എന്താണ് ദീപേച്ചി ഈ അരിക്ക് പറയാ? സാബൂനരി. അന്ന് ആ വെള്ളത്തിലിട്ടേക്കണം. എന്നിട്ട് സാബൂനരിയാന്നോ? കയമിയല്ലോ അല്ലേ? ചീതൂട്ടിയെ കുറച്ച് പൈപ്പിലെ വെള്ളത്തിൽ കുറച്ചിട്ട് ഓ മുഴുവനാക്കി പൊട്ടിച്ചിക്കോ മോളെ. ഇനി ചെറുതാക്കല്ലേ ഐനു? ആരെ ബർത്ത്ഡേ? അയ്യോ ഐനു ബേബിന്റെ. ഓ പോരെ ഇന്നത്തെ ഫുള്ള് എല്ലാ ഡ്യൂട്ടി ദീപേച്ചി ഏറ്റെടുത്താണ്. ദീപേച്ചി ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. പരീക്ഷണം മോളെ ബർത്ത്ഡേക്ക് പരീക്ഷണം നടത്തുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും.
എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ദമ്മിടുന്നൊരു പരിപാടി ഉണ്ടല്ലോ ബിരിയാണീൻ്റെ, അപ്പോൾ അതിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാം ചിക്കനും ഇതൊക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് ദീപേച്ചി ദമ്മിടുന്നുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ദമ്മിട്ട് വെക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെയാന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഓരതിൻ്റെ എന്താ പറയുക, അതിൻ്റെ രീതി ചെയ്യുമ്പോൾ ഞാൻ അതിൽ കൈ കടത്താൻ പോയില്ല, കൈ കടത്തിയിട്ട് കാര്യമില്ല, എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ച് നമ്മളെ പിറന്നാളുകാരി ഉണ്ടല്ലോ, അപ്പോൾ ഓക്ക് ചോറ് കൊടുക്കാനുള്ള പരിപാടി കേട്ടോ. അത് വിളമ്പല്ല ഇത് വിളമ്പല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണി സൈഷറിനെ കൊണ്ട് ഇട്ടപ്പോൾ ഉള്ള ചിരി കേട്ടോ. ഇപ്പം എല്ലാവരും ഇതാ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അതിന് മോളെ എങ്ങനെയുണ്ട്? അടിപൊളിയാ, സൂപ്പർ. അങ്ങനെ ആരും ഇല്ലാത്ത ചെറിയൊരു ബർത്ത്ഡേ പരിപാടി അങ്ങോട്ട് കേക്ക് മുറിയിലേക്ക് പോവുക കേട്ടോ. വേറെ ആരും ഇല്ല, നമ്മൾ മാത്രം. അങ്ങനെ നമ്മൾ ഐനൂസിൻ്റെ കേക്ക് മുറിക്കുകയാണേ. മധുരം ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്, ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റെ നില്ല് നില്ല്, ചിത്തിര കയ്യിലെന്തുണ്ട്. അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ, പെറ്റുപെരുകണ പൊന്മയിൽ പിലിയോ, ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല്. ഇന്നേക്ക് ഐനൂന്റെ ഇന്നിപ്പോ ഐനൂന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഐനൂന്റെ ബർത്ത്ഡേ കഴിഞ്ഞാല് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് ചെറിയ ആഘോഷമായിട്ട് കഴിച്ചില്ലായിരുന്നു. കുഞ്ഞോടനെ സിദ്ധോടനെ എവിടെ പോയി? കുഞ്ഞോടൻ സിദ്ധുവേട്ടൻ അമ്മമ്മേന്റെ അവിടെ പോയത് കൊണ്ട് പോയി. ഏറ്റവും മിസ് ചെയ്ത സ്ഥലം ഇത്ര നേരം സിദ്ധുവേട്ടന്റെ ബനിയാനൊക്കെ ഇട്ടാ നോള് നടന്നല്ലേ. ഇപ്പൊ വിചാരിക്കാണ്ട് വന്ന് പെട്ടതാട്ടോ. ബർത്ത്ഡേയുടെ സമയത്ത് ഇവര് ഒരു ദിവസം താമസിക്കാൻ വന്ന് തിരിച്ചു പോകും. പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് സുന്ദരിയാക്കി. അപ്പൊ തിരിച്ചു പോവാൻ പോയെടുത്തുനിന്ന് അപ്പൊ ഏതായാലും ബർത്ത്ഡേ അല്ലേ, ഇന്ന് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയാ കേട്ടോ. മക്കളില്ലാത്ത ഒച്ചയും എന്താ പറയാ ഇവിടുന്ന് ഇങ്ങനെ കളിക്കുകയും ഇപ്പം ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ മിസ്സെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ അതിനൂന് അല്ലേ? ഇതുകൊണ്ടാ മിസ് ചെയ്യുന്നുണ്ടോ? ഒക്കെ കുറവാണ്. അപ്പൊ ഇതാണ് ഇനിയിപ്പോ ആരും അറിയാതെ ഇപ്പൊ ഇതാണ് നമ്മളെ അതിന് മോള്. ഇത് ദീപേച്ചിന്റെ പിന്നെ ഇപ്പൊ വീഡിയോയിലൊക്കെ കണ്ടിട്ട് അറിയാലോ. അപ്പൊ എല്ലാരും വാ. അതിന്റെ മോൾ ആരാന്ന് ആരോ ചോദിച്ചിട്ട് നേരത്തെ ഏട്ടന്റെ മോള് കേട്ടോ. അപ്പൊ ഇത് ഏട്ടന്റെ ഭാര്യ, ഏട്ടന്റെ മോള്, ഇത് അയിനൂന്റെ ചേച്ചി, മൂത്ത മോള്. അപ്പൊ പേര് പറഞ്ഞു കൊടുക്ക്. അയിനൂര് ശരിക്കുള്ള പേര് പറ. സൂര്യകീർത്തി. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മളെ ചാനല് കാണുന്നവര്, വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അത് പറയാനാവൂല കേട്ടോ. സബ്സ്ക്രൈബ് നില്ല്, ചിത്തിര കയ്യിലെന്തുണ്ട്. അത്തിമരത്തിലെ കൊച്ചു കിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞ് കൊഞ്ചും കൂറുമൊഴിയോ, പെറ്റുപെരുകണ പൊന്മയിൽ